ഹലോ, ഇന്നത്തെ വീഡിയോ സൺഡേ ഈവനിങ് വിശേഷങ്ങളാണ് കേട്ടോ. പണികളെല്ലാം വേഗം തീർത്ത് കൊച്ചിനെ ഉറക്കം കിടത്തി കുറച്ച് നേരം കൊച്ചിൻ്റെ അച്ഛനുമായിട്ട് കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനവിടെ ചെന്നപ്പോഴേക്ക് അങ്ങേർക്ക് വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ കിടന്നുറങ്ങും. അപ്പം ഞാൻ അരപ്പെട്ടനായി. എൻ്റെ പ്ലാൻ പൊട്ടിയെന്ന് പറഞ്ഞ് ചെക്കൻ എണീറ്റു. ഇനിയൊന്നും നടക്കാനില്ല. ആരില്ലേലും നമ്മൾ ഒറ്റയ്ക്ക് ചില്ലാവണമല്ലോ. ഞാനൊരു പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ. പാട്ട് കേട്ട് കെട്ടിയവൻ എണീറ്റു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചൊരു മിച്ചറൊക്കെ കഴിച്ചു. അപ്പോഴാണ് കേട്ടോ പകുതി മുറിച്ച് വെച്ച ചക്കയുടെ കാര്യം ഓർമ്മ വന്നിട്ട്. ചക്കയൊക്കെ തിന്നുമ്പോൾ നമ്മൾ ആർഭാടമായിട്ട് കഴിക്കണം, അതിന് 4 പേര് അറിയണം. അതുകൊണ്ട് ഞാൻ നേരെ വെച്ച് ഒഴിപ്പിച്ച് തറവാട്ടിലേക്കാണ്. വലിയപ്പം പിന്നെ ചക്കപ്പുരാണം എല്ലാം പറഞ്ഞുകൊണ്ട് അത് വിദഗ്ധമായി ചക്ക മുറിച്ച് ഞങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഇനി ഇത് പൊളിച്ചെടുക്കേണ്ട പരിപാടി ഞങ്ങൾ പെണ്ണുങ്ങളുടേതാണ്. അപ്പം എൻ്റെ പെങ്ങന്മാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെല്ലാം കൂടെ കൂടുമ്പോഴേക്കും ചക്ക മുറിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല. ഓരോരുത്തർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ കെട്ടിയവനൊന്നും ചക്കയെ തൊടാൻ പോലും നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവസാനം ഇത് ഞങ്ങൾ രണ്ടുപേരെ മാത്രം കാര്യം. കാരണം പ്ലാവിൽ ചക്ക തൂങ്ങിക്കിടക്കണം മുതൽ ചക്ക കറി വെക്കണം, വേവിക്കണം, വരയ്ക്കണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് എത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും നോക്കിയില്ല, ചക്ക ചുളകളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇവിടെയൊന്നും അങ്ങനെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ വേവിക്കുകയോ അല്ലെങ്കിൽ കറി വെക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറേ ഉള്ളൂ. ഞങ്ങൾക്ക് പക്ഷേ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ പുഴുക്കുണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തില്ലെങ്കിൽ ആ ഒരു കൊല്ലം ഒരു സുമാറില്ലെന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ തീരെ താല്പര്യമില്ലാത്ത എൻ്റെ അനിമാരെ എല്ലാം വിളിച്ചിരുത്തി ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഒരു മല മറിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ചക്കപ്പുഴുക്ക് റെഡിയായി. കളറൊക്കെ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും അഭിപ്രായം ഞാൻ കുത്തി ചോദിക്കുകയാണ് കേട്ടോ. നല്ലതാണോ? ഓരോരുത്തർ വന്ന് ചോദിച്ച് നോക്കിയിട്ട് പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിത് കേട്ടിട്ടും മതിയാവണേ. അങ്ങനെ ഇഷ്ടമില്ലാത്തവരെ കെട്ടിയവനെ കൊണ്ടും കഴിപ്പിച്ചു കേട്ടോ. അങ്ങനെ വലിയപ്പം കഴിച്ചു, വലിയമ്മച്ചി കഴിച്ചു, ആൻറ്റിമാരെല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ ഉണ്ടാക്കാമെന്ന് തോന്നിയത്.